വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷഫീഖ്. ഇന്നും മിക്സപ്പ് കാറ്റഗറിയിലുള്ള കളക്ഷൻസ് ആയിട്ട് ഇന്നും വരുന്നത്. ഡിഫറെന്റ് ഫാബ്രിക്കിലും ഡിഫറെന്റ് പാറ്റേണിലും വരുന്ന സാരീസാണ്. നമുക്ക് ഡിഫറെന്റ് ഒക്കേഷനും നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന കളക്ഷൻസാണ് വരുന്നത്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 രാവിലെ 10:30 മണിക്ക് നമ്മൾ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിംഗിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. കളർ വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിൽ ഫുൾ സാരിയിലും ഹാൻഡ് വർക്ക് തന്നെ വരുന്നത്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നത് സാരിയിൽ. അതൊരു ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും കേട്ടോ ഓരോ വർക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒത്തിരി കളേഴ്സിലാണ് ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. ബോഡിയിൽ വരുമ്പോൾ മസ്റ്റേർഡ് യെല്ലോ, ഒരു മാവ് ടോൺ വരുന്നുണ്ട്, പീക്കോക്ക് ബ്ലൂ, പീക്കോക്ക് ഗ്രീൻ, ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്. മുന്തണി, ഇതായിരിക്കും മുന്തണിയിൽ ഹാൻഡ് വർക്ക് വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. അതിലൊരു സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഫുൾ ആ ഒരു ത്രെഡ് വർക്കും ബുള്ളി നോട്ട്സും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത് പല്ലു വരുമ്പോൾ. അത് കൂടാതെ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലാണ്. കാന്ത സ്റ്റിച്ചിൻ്റെ ആ ഒരു പാറ്റേണിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. വീണ്ടും കോർണറിൽ വരുമ്പം അതേ ഹാൻഡ് വർക്ക് തന്നെയാണ് കോർണറിലും വരുന്നത്. ബോർഡർ വരുന്നത് ക്രോഷ്യോ ലേസാണ് ബോർഡർ വരുന്നത് സാരിയുടെ. ഈ ഒരു പാറ്റേണിലായിരിക്കും. ആ ഒരു ഓഫ് വൈറ്റ് തന്നെയായിരിക്കും ഒരു ക്രോഷ്യോ ലേസ് വരുന്നത്. ഈ ഒരു ലുക്കാണ് വരുന്നത് സാരിക്ക്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ പല്ലു. ബ്ലൗസിലും ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട് കേട്ടോ. സെയിം ഫാബ്രിക് തന്നെ കേട്ടോ. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. നല്ല സോഫ്റ്റ് കളറിലുമാണ് വരുന്നത്. ബേബി പിങ്ക് ആണ്, പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതും അതേ പാറ്റേണിൽ തന്നെയാണ്. ഹാൻഡ് വർക്ക് തന്നെയായിരിക്കും. ഫുൾ സാരിയിലും ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. പിങ്കിൽ തന്നെയാണ് ക്രൂഷ്യോ ലേസ് വരുന്ന സാരി. ബേബി പിങ്കിൽ തന്നെയുള്ള ക്രൂഷ്യോ ലേസ് ആയിരിക്കും വരിക. ബോഡി കംപ്ലീറ്റ് ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ്. മുന്തണി ഈ ഒരു പാറ്റേണിലാണ് പല്ലുവിൽ ഹാൻഡ് വർക്ക് വരുന്നത്. അതേ വർക്ക് തന്നെയായിരിക്കും കേട്ടോ. രണ്ട് കോർണറിലും ഇതേ പാറ്റേണിലുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അത് കൂടാതെ സെൻറ്ററിലും വരുന്നുണ്ടാവും വർക്ക്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും പല്ലു വരുന്നത് വിത്ത് ബ്ലൗസ്. ബ്യൂട്ടിഫുൾ സീ ബ്ലൂ ആണ്, അക്വാ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. അക്വാ ബ്ലൂ, അക്വാ ഗ്രീൻ, ആ ഒരു ബ്ലെൻഡഡ് പാറ്റേണിലാണ് വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും. അതേ മോട്ടീവ്സ് തന്നെയാണ് സാരി കംപ്ലീറ്റ് വരുന്നത്. അക്വാ ബ്ലൂവിൽ തന്നെയായിരിക്കും ക്രോഷ്യോ ലേസ് വരുന്നത്. ബോർഡറിൽ വരുമ്പം ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്. ഇതായിരിക്കും മുന്താണി. പല്ലു ഈ ഒരു സ്റ്റൈലായിരിക്കും. അതിലൊരു സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട് എല്ലാ സാരീസിനും കേട്ടോ, വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ വരുന്ന ഒരു സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. ഇതിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിയിൽ ബോഡി വരുന്നത്. നല്ല പാറ്റേണിലാണ് ബോഡി വരുന്നത്. ഇതിലൊരു എലിഫന്റ് മോട്ടീവ്സ് വരുന്നുണ്ട്, ബേർഡ് മോട്ടീവ്സ് വരുന്നുണ്ട്, ഫിഗർ മോട്ടീവ്സും വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസ്, ലോട്ടസ് മോട്ടീവ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു വരുന്നത് സാരിയുടെ ബോഡി. സിമ്പിൾ ബോർഡറാണ്. മഹേശ്വരി സിൽക്കിലെല്ലാം വരുന്ന ആ ഒരു ടൈപ്പിലുള്ള സിമ്പിൾ 1 ഇഞ്ച് ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ ആണ്. സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. ഇതിന്റെ പല്ലു വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ മുന്താണി ഫിനിഷ് ചെയ്യുന്നത്. ഒരു റെഡ് ആൻഡ് ബ്ലാക്കിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരും. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഒരു സിൽവർ ആൻഡ് ഗോൾഡ് ആ ഒരു ഇക്കത്ത് വീവിലാണ്, സെറി വൂവൺ പാറ്റേണിലുള്ള ഒരു വൂവൺ ഡിസൈനിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരിയും ഒരു പാർട്ടി വെയർ കാറ്റഗറിയിൽ വരുന്ന സാരിയാണ്. ഫാബ്രിക് വരുന്നത് ചന്ദേരി സിൽക്കാണ്. നല്ലൊരു കളർ പാറ്ററ്റിലാണ് വരുന്നത്. ഡാർക്ക് കോഫിയാണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ നല്ലൊരു മൾട്ടിപ്പിൾ കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കൂടാതെ രണ്ട് സൈഡിലും ഒരു സ്കാലപ്പ് ഫിനിഷിലാണ് ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഫോയിൽ മിറർ പാറ്റേണിലായിരിക്കും മുകൾ ഭാഗത്ത് ബോർഡർ വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ്. ഇതായിരിക്കും ലോ പോർഷൻ വരിക. ഇതിലും ഒരു ഫ്ലോറൽ ഡിസൈൻസ് ബോഡി കംപ്ലീറ്റ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ ഇതായിരിക്കും വരിക.
ഒരു ട്രിപ്പിൾ ലെയറിലായിരിക്കും ആ ഒരു ഫോയിൽ മിറർ വരുന്നത്, ലോവർ ബോർഡർ വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെയാണ് സാരിയുടെ മുന്താണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതായിരിക്കും പല്ലു വരുന്ന സാരി. ഫുൾ ആ ഒരു ഫോയിൽ മിററും ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും വരുന്നത്. ബ്ലൗസ് വരുന്നുണ്ട്, റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയായിട്ട് വരുന്നുണ്ട്. കളർ മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് നല്ലൊരു പേർപ്പിൾ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പാറ്റേൺ എല്ലാം സെയിം തന്നെ, അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ ആയിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേൺ ലോ ബോഡി വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. അതിൽ ആ ഒരു ലൈറ്റ് ലാവൻഡർ ടോണിലായിരിക്കും ഫോയിൽ മിറർ വരുന്നത്. മുന്താണിയും സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും. സാരിയുടെ പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു മൾട്ടിപ്പിൾ കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. സാരിയുടെ ബേസ് വരുന്നത് ചിക്കു ടോൺ ആണ്. ചിക്കു ഷെയ്ഡിൽ ഫുൾ സാരിയിൽ നല്ല പാറ്റേണിൽ കേട്ടോ. അതിലൊരു ഡിസ്ചാർജ് ഡിസൈൻസ് വരുന്നുണ്ട്. ചിക്കു ടോണിൽ തന്നെയുള്ള ഡിസ്ചാർജ് ഡിസൈൻസും വരുന്നുണ്ട്. നല്ലൊരു മൾട്ടി കോമ്പിനേഷനുള്ള ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. സോഫ്റ്റ് സിൽക്കി കോട്ടയിൽ മുന്താണി ഈ ഒരു പാറ്റേൺ ആണ്. മുന്താണിയുടെ എൻഡിൽ വരുമ്പം ഒരു റോസ് ഗോൾഡിലുള്ള സെറി വൺ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും പല്ലു ഫിനിഷ് ചെയ്യുന്നത്. തിൻ സ്ട്രൈപ്സ് വരുന്നുണ്ട്. സെറി വുമൻ ലൈൻ പാറ്റേണിലായിരിക്കും പല്ലു വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ വരും. ബ്ലൗസ് വരുന്നത് പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫാബ്രിക് വരുന്നത് സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു പേർഷ്യൻ റോസ് ആണ് സാരിയുടെ കളർ വരുന്നത്. വടമുല്ല കളറാണ് വരുന്നത്. ഇതിൽ ഫുൾ ആ ഒരു സെൽഫ് കളറിൽ തന്നെയായിരിക്കും കേട്ടോ ഇതിൽ വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആപ്ലിക് വർക്കാണ് വരുന്നത് സാരിയിൽ. ഫ്ലോറൽ പാറ്റേണിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ആപ്ലിക് വർക്കിന്റെ ബോർഡർ ഫിനിഷ് ചെയ്യുമ്പം സ്കാലപ്പ് ഫിനിഷിലാണ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു ആപ്ലിക് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. പല്ലു വരുമ്പം ഇതാണ് മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ഫുൾ ആപ്ലിക് വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. സെയിം ടോണിൽ തന്നെ നല്ല ഫുള്ളായിട്ടുള്ള ഈ ഒരു പാറ്റേണിലുള്ള വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് അവൈലബിൾ ആണ്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു ഇൻഡിവിജ്വൽ മോട്ടീവ്സ് വരുന്നുണ്ടാവും ആപ്ലിക് വർക്കിൽ തന്നെ. സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ. കളർ വേരിയന്റ് വരുന്നത് ബ്ലാക്ക് ആണ്. സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. ബ്ലാക്കിൽ ബ്ലാക്ക് തന്നെയാണ് ആപ്ലിക് വർക്ക് വരുന്നത്. ഫുൾ ബോഡി നല്ലൊരു പാറ്റേണിലാണ്. അതേ ഫ്ലോറൽ ഡിസൈൻ തന്നെ ഇതിന് മുൻപ് കാണിച്ച സാരിയുടെ തന്നെ പാറ്റേണിലാണ്. ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട് ആപ്ലിക് വർക്ക്. ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് ബ്ലാക്കിൽ തന്നെ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും വരിക. പല്ലു ഫുൾ അതേ ബ്ലാക്കിൽ തന്നെയുള്ള ആപ്ലിക് വർക്ക് ആയിരിക്കും പല്ലു ഫിനിഷ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്. വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക് സെയിം തന്നെയാണ്. സൂപ്പർ നെറ്റ് കോട്ടൺ തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. പക്ഷേ ഡിസൈനും പാറ്റേണും വർക്കും എല്ലാം മാറിയിട്ടുണ്ട്. നല്ലൊരു ചിക്കു ടോണാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ ഫ്ലോറൽ ഡിസൈൻസും അതിൽ ത്രെഡ് വർക്കും ആയിരിക്കും വരുന്നത്. സാരി ചിക്കു ടോണിൽ നല്ലൊരു മെറൂൺ ആണ് സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ബോർഡർ വരുന്നത്. അത് കഴിഞ്ഞ് ബോഡി കംപ്ലീറ്റ് ആ ഒരു ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. ഒരു സർക്കുലർ പാറ്റേണിലുള്ള മോട്ടീവ്സും അതിലൊരു സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഇതിന്റെ ഔട്ട്ലൈൻ വരുന്നത് റെഡ് വെച്ചിട്ടാണ്. റെഡ് ത്രെഡിലായിരിക്കും ഈ ഒരു ഔട്ട്ലൈൻ വരുന്നത്. മോട്ടീവ്സ് വരുന്നത് മുകൾ ഭാഗത്ത് ഈ ഒരു സ്റ്റൈലിൽ വരും. ലോവർ ഏരിയ വരുമ്പം കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലാണ്. ഫ്ലോറൽ ഡിസൈൻസും അതിൽ ഒരു ഫോയിൽ മിററും വരുന്നുണ്ട്. ത്രെഡ് എംബ്രോയിഡറിയും വരുന്നുണ്ട് സാരിയിൽ. ഫുൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. വീണ്ടും അതേ സ്ട്രൈപ്പ് ഡിസൈൻസ് വിത്ത് ബോർഡർ. മുന്താണി സെയിം ഇതേ പാറ്റേണിൽ തന്നെയുള്ള ത്രെഡ് വർക്കിലായിരിക്കും സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത്. പ്രിന്റഡ് ബ്ലൗസ്. സെയിം ഡിസൈൻ തന്നെ കേട്ടോ. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് ചിക്കു ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിന് മുൻപത്തെ സാരി മെറൂൺ വിത്ത് ചിക്കു ആയിരുന്നു. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അതേ ഫ്ലോറൽ ഡിസൈൻസ് സെയിം പാറ്റേണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ത്രെഡ് വർക്കിലുള്ള ഒരു ഫോയിൽ മിറർ വന്നിട്ട് ഫുൾ ആ ഒരു ഔട്ട്ലൈൻ വരുന്നത് ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും. ബ്ലാക്ക് ആൻഡ് ചിക്കു ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. മുന്താണിയും സെയിം പാറ്റേൺ തന്നെ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ബ്ലൗസ്. അടുത്ത സാരിയും ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഇത് സ്ലബ് കോട്ടനും ബഗൽപൂരി ലിനനും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന നല്ലൊരു ഫാബ്രിക് ആയിട്ടോ സാരി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. കളർ കോമ്പിനേഷൻ മസ്റ്റേർഡ് യെല്ലോ, ലൈറ്റ് മസ്റ്റേർഡ് യെല്ലോ ആണ് സാരിയുടെ കോമ്പിനേഷൻ. അതിൽ അതേ ടോൺ തന്നെ സെൽഫ് കളറിൽ തന്നെയുള്ള ത്രെഡ് വർക്ക് ആണ് സാരി കംപ്ലീറ്റ് വരുന്നത്.
പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത്, ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ചെസ്റ്റ് പോർഷനും പല്ലും എല്ലാം ഫുൾ ത്രെഡ് എംബ്രോയിഡറിയിലാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ഒരു ജാൽ ഡിസൈൻസും വരുന്നുണ്ട്. ഒരു വൂവൺ സ്റ്റൈലുള്ള ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. മുന്താണി ത്രെഡ് വീവിൽ തന്നെയാണ് സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ ആണ്. ഫസ്റ്റ് സാരി കുറച്ചൊരു, ഇതിന് മുൻപത്തെ സാരി കുറച്ചൊരു ലൈറ്റ് മസ്റ്റേർഡ് ആയിരുന്നു. ഇത് വരുമ്പോൾ ഒരു ടോൺ കൂടി ഡാർക്ക് ആയിട്ടാണ് വരുന്നത് മസ്റ്റേർഡ് യെല്ലോ. ഇതിലും അതേ പാറ്റേൺ തന്നെ, സെൽഫ് കളറിൽ തന്നെയാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി ആൻഡ് ജാൽ ഡിസൈനിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക വിത്ത് ബോർഡർ. മുന്താണിയും ത്രെഡ് വീവ് ഡിസൈനിൽ തന്നെയാണ് സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ലൈറ്റ് വയലറ്റ് ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. നല്ലൊരു പാറ്റേണിലാണ് ഇതിൽ ത്രെഡ് വീവ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു ഡിസൈനിലായിരിക്കും വരുന്നത്. ഫുൾ ത്രെഡ് വീവ് ഡിസൈനിൽ തന്നെയാണ് വരുന്നത് സാരി. നമ്മളൊരു പ്യുവർ ടെസറിലെല്ലാം വരുന്ന ആ ഒരു വർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫിനിഷിലാണ് വർക്ക് വരുന്നത് സാരിയിൽ. ഈ ഒരു സ്റ്റൈലിൽ വരും. ഒരു ഡാർക്ക് വയലറ്റ് ആണ് ഒരു വർക്കിന്റെ ത്രെഡ് വരുന്നത് കേട്ടോ. ബോഡി കളർ ഒരു ടോൺ ലൈറ്റർ ആയിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഞാൻ വർക്കിന്റെ ബാക്ക് സൈഡ് കാണിക്കാം. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത് സാരിക്ക്. മുന്താണി ത്രെഡ് വീവ് ഡിസൈനിൽ തന്നെ സാരിയുടെ പല്ലു വിത്ത് ബ്ലൗസ്. ബ്യൂട്ടിഫുൾ ലാവൻഡർ ആട്ടോ നെക്സ്റ്റ് ടോൺ വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ്, ഫുൾ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരുന്നത്. സാരി കംപ്ലീറ്റ് വരുന്നത് ഫ്ലോറൽ പാറ്റേണിൽ തന്നെയുള്ള വർക്ക് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ സാരിയിൽ വർക്ക് വരുന്നത്. ഒരു ഡാർക്ക് ലാവൻഡർ ആയിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഇതൊരു ഡ്യുവൽ ടോൺ ആണ്, ഡ്യുവൽ ഷെയ്ഡിലാണ് സാരി വരുന്നത്. സിമ്പിൾ ബോർഡർ, ഫുൾ ആ ഒരു വർക്ക് വന്നിട്ട് പല്ലു വരുമ്പം ത്രെഡ് വീവ് ഡിസൈനിലായിരിക്കും സാരിയുടെ മുന്താണി വിത്ത് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇത് വരുന്നത് ഒരു സ്റ്റീൽ ഗ്രേ, ഒരു സിൽവർ ഗ്രേ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഫുൾ അതേ പാറ്റേൺ തന്നെയാണ്, ഗ്രേയിൽ തന്നെയായിരിക്കും അവർ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലുള്ള ത്രെഡ് വർക്ക് ആയിരിക്കും കംപ്ലീറ്റ് സാരിയും വരുന്നത് വിത്ത് പല്ലു ബ്ലൗസ്.